ഹായ് ഓൾ. ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളുടെ റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ്സ് ആയിട്ടുള്ള കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് കാർബോകാറ്റയോൺസിൻ്റെ സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനുമാണ്. അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് കാർബോകാറ്റയോൺസ് ആണ് നമ്മൾ നോർമലി കെമിക്കൽ റിയാക്ഷൻ, അതായത് ഓർഗാനിക് റിയാക്ഷൻസിൽ വരുന്നതെന്നും അതിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെബിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം കാർബോകാറ്റയോൺസിൻ്റെ ഹൈബ്രിഡൈസേഷനും സ്ട്രക്ചറും നോക്കാം. നമ്മളുടെ കാർബോകാറ്റയോൺസ് എന്താണ്? പോസിറ്റീവ് ചാർജ് ബെയർ ചെയ്യുന്ന കാർബണുള്ള റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ്സിനെയാണ് നമ്മൾ കാർബോകാറ്റയോൺസ് എന്ന് പറയുന്നത്. സോ കാർബോകാറ്റയോണിൽ കാർബൺ സെൻറ്റർ, അതായത് പോസിറ്റീവ് കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp2 ആണ്. സോ അവിടെ എന്തായിരിക്കും sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും, ഒരു അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലും ഉണ്ടായിരിക്കും. സോ അവിടെ വേക്കൻ്റ് ആയിട്ടുള്ളൊരു p ഓർബിറ്റൽ ഉണ്ടായിരിക്കും, അതാണ് അവിടുത്തെ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. അതിന് കൂടാതെ എന്തായിരിക്കും? sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. സോ ഈ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് അടുത്ത ഗ്രൂപ്പ് അല്ലെങ്കിൽ ആറ്റമായിട്ട് അവിടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു സ്ട്രക്ചറാണ് നമ്മളുടെ കാർബോകാറ്റയോൺസിന് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്തല്ലോ. സിഗ്മ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ യൂസ് ചെയ്തിട്ടാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. അവരുടെ ബോണ്ട് ആംഗിൾ എന്തായിരിക്കും? 120 ആയിരിക്കും അവിടുത്തെ ബോണ്ട് ആംഗിൾ വരുന്നത്. അതുപോലെ ട്രയാങ്കുലർ പ്ലാനാർ സ്ട്രക്ചർ, അല്ലെങ്കിൽ പ്ലാനാർ ട്രയാങ്കുലർ സ്ട്രക്ചർ ആയിരിക്കും അവിടുത്തെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബോകാറ്റയോൺസിന് ഉണ്ടാവുക. സോ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്തതുപോലെ 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. ഈ 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഹൈഡ്രജൻ ആയിട്ടോ അല്ലെങ്കിൽ അതർ ഗ്രൂപ്പ്സോ ആയിട്ടോ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. സോ ഇവിടെ ഉണ്ടാവുന്നത് സിഗ്മ ബോണ്ടാണ്. 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അതുപോലെ തന്നെ എന്താണ്? കാർബണിൻ്റെ സെൻറ്ററിൽ എന്താണ്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജുള്ള ആ കാർബണിൽ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ കാർബോകാറ്റയോണിൻ്റെ സ്ട്രക്ചർ വരുന്നത്. സോ ഈ സ്ട്രക്ചറിൽ എന്താണ്? ഇവിടെ എന്താണ്? ട്രയാങ്കുലർ പ്ലാനാർ ഷേപ്പാണ്. ഇവിടുത്തെ സിഗ്മ ബോണ്ടുകൾ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്താണ് വരുന്നത്? 120 ഡിഗ്രിയാണ് വരുന്നത് ബോണ്ട് ആംഗിൾ. ക്ലിയർ അല്ലേ? സോ ഇനി നമുക്ക് ഈ കാർബോകാറ്റയോൺസിൻ്റെ ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ ഇതാണ്. സോ ഈ ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് കാർബോകാറ്റയോൺസിൻ്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാം. ക്ലിയർ അല്ലേ? കാർബോകാറ്റയോൺസിൻ്റെ സ്റ്റെബിലിറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ പോയിന്റ് ഇതാണ്. നമ്മുടെ കാർബോകാറ്റയോണിൽ പോസിറ്റീവ് ചാർജാണല്ലോ ഉള്ളത്. ആ പോസിറ്റീവ് ചാർജിനെ ഇൻറ്റൻസിഫൈ ചെയ്യുന്ന ഏതൊരു സ്ട്രക്ചറൽ ഫീച്ചറും നമ്മളുടെ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിനെ കുറയ്ക്കും. അതായത് ആ കാർബോകാറ്റയോൺ എന്തായിരിക്കും? ഡീസ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാർബോകാറ്റയോൺ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ പോസിറ്റീവ് ചാർജിനെ ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഏതൊരു സ്ട്രക്ചറൽ ഫീച്ചറും നമ്മളെ കാർബോകാറ്റയോണിനെ സ്റ്റെബിലൈസ് ചെയ്യും. സോ അങ്ങനെ നമ്മളെ പോസിറ്റീവ് ചാർജ് ഡെസിപ്പേറ്റ് ചെയ്തിട്ട് മോളിക്യൂളിനെ ത്രൂ ഔട്ട് ഡെസിപ്പേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ കാർബോകാറ്റയോൺ ആയിരിക്കും അവിടെ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ആ രീതിയിൽ നമ്മളുടെ കമ്പാരിസൺ, അതായത് കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് ആൽക്കൈൽ കാർബോകാറ്റയോൺസിൻ്റെ സ്റ്റെബിലിറ്റിയെ കമ്പയർ ചെയ്യാം. സോ ആൽക്കൈൽ കാർബോകാറ്റയോൺസ് നമുക്ക് 3 രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ആദ്യം വരുന്ന ഏതായിരിക്കും? പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. അതുപോലെ എന്താണ്? രണ്ടാമത് സെക്കൻഡറി കാർബോകാറ്റയോൺ വരുന്നുണ്ട്. മൂന്നാമത് ടേഴ്ഷ്യറി കാർബോകാറ്റയോൺസ് വരുന്നുണ്ട്. സോ ഇവിടെ ഈ പ്രൈമറി, സെക്കൻഡറി, ടേഴ്ഷ്യറി എന്നുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്താണ്? നമ്പർ ഓഫ് കാർബൺ കാർബൺ ബോൺസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ പ്രൈമറി, സെക്കൻഡറി, ടേഴ്ഷ്യറി എന്ന് പറയുന്നത്. സോ പ്രൈമറിയിൽ നമ്പർ ഓഫ് കാർബൺ കാർബൺ ബോൺസ് എത്രയായിരിക്കും? 1 കാർബൺ കാർബൺ ബോണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, സെക്കൻഡറിയിൽ എന്തായിരിക്കും? അവിടെ 2 കാർബൺ കാർബൺ ബോണ്ട് ആയിരിക്കും. അതുപോലെ ടേഴ്ഷ്യറിയിൽ എന്തായിരിക്കും? അവിടെ 3 കാർബൺ കാർബൺ ബോൺസ് ഉണ്ടായിരിക്കും. അതിന് കൂടാതെ ഇവിടെ മീഥൈൽ കാർബോകാറ്റയോൺസും കൂടി വരും. മീഥൈൽ കാർബോകാറ്റയോൺസ് എന്ന് പറയുമ്പോൾ അവിടെ കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ മാത്രമേ ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ. അതിൻ്റെ പുറമെ, കാർബണിൻ്റെ പുറമെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് 4 ആൽക്കൈൽ കാർബോകാറ്റയോൺസിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഈ 4 കാർബോകാറ്റയോൺസിലും ഏതിനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഈ 3ൻ്റെയും സ്ട്രക്ചർ വരച്ച് നോക്കാം. ആദ്യം നമുക്ക് മീഥൈൽ കാർബോകാറ്റയോൺ നോക്കുകയാണെങ്കിൽ എന്താണ്? കാർബൺ ആണ് ഉണ്ടാവുക സെൻറ്ററായിട്ട്. പിന്നെന്താണ്? 3 ഹൈഡ്രജൻസ് ആണ് ഉണ്ടാവുക.
ഓക്കെ. പിന്നെ കാർബണിൻ്റെ മുകളിൽ എന്താണ് പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ മീഥൈൽ കാർബോകാറ്റയോൺ. ഇനി നമുക്ക് പ്രൈമറി കാർബോകാറ്റയോൺസ് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? CH3 H പോസിറ്റീവ് ചാർജ്. ഓക്കെ. അടുത്ത സെക്കൻഡറി നോക്കുവാണെങ്കിൽ എന്താണ്? കാർബൺ, പോസിറ്റീവ് ചാർജുള്ള കാർബൺ, അതിൻ്റെ മുകളിൽ 2 കാർബൺ ബോണ്ടുകൾ ഉണ്ടായിരിക്കും. CH3H ആൻഡ് പോസിറ്റീവ് ചാർജ്. പിന്നെ എന്താണ്? ടേഴ്ഷ്യറി ആണുള്ളത് ലാസ്റ്റ്. സോ CH3C CH3 പ്ലസ്. സോ ഇങ്ങനെയാണ് നമ്മൾ കാർബോകാറ്റയോൺസ് ഉള്ളത്. സോ നമ്മുടെ കാർബോകാറ്റയോൺസ് ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെൻറ്റർ കാർബണിലാണ്. ഓക്കെ. സോ ഇവിടെ നമുക്കിനി ഈ തന്നിരിക്കുന്നതിൽ ഈ 4 കാർബോകാറ്റയോൺസിൽ ഏതിനാണ് സ്റ്റേബിലിറ്റി കൂടുതൽ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ചാർജിനെ ഡെസിപ്പേറ്റ് ചെയ്ത് വരുന്ന ഏത് സ്ട്രക്ചറൽ ഫീച്ചർ ആണെങ്കിലും അതാണ് അവിടുത്തെ സ്റ്റെബിലിറ്റീനെ എൻഹാൻസ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ പോസിറ്റീവ് ചാർജിനെ നമുക്ക് ഡെസിപ്പേറ്റ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ അവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ഉണ്ടാവുള്ളൂ. സോ നോക്കൂ, ഇവിടെ CH3 ഗ്രൂപ്പാണല്ലോ എല്ലാത്തിലും ഉള്ളത്. CH3 ഗ്രൂപ്പ്. ഓക്കെ. CH3 ഗ്രൂപ്പാണ് ഇവിടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് വരുന്നത്. സോ ഈ CH3 ഗ്രൂപ്പ് എന്താണ്? നമ്മുടെ പ്ലസ് I എഫക്റ്റ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് അല്ലേ? അതായത് ഇൻഡക്റ്റീവ് എഫക്റ്റിൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ് നമ്മുടെ CH3 ഗ്രൂപ്പ്. സോ അങ്ങനെ ആകുമ്പോൾ എന്താണ്? ഈ CH3 ഗ്രൂപ്പ് നമ്മുടെ കാർബൺ സെൻറ്ററിലേക്ക് എന്താണ്? ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ 3 CH3 ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് എന്താണ്? 3 ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ കേസിലോ സെക്കൻഡറിയിൽ 2 ഗ്രൂപ്പ് റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും. പ്രൈമറിയിൽ എന്താണ്? 1 ഗ്രൂപ്പ് റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇവിടുത്തെ പോസിറ്റീവ് ചാർജിൻ്റെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് അല്ലേ വരുന്നത്? അതായത് ഇവിടുത്തെ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഇലക്ട്രോൺസ് ആണ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവിടെ 2 ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ് ഉണ്ട്. ഇവിടെ പ്രൈമറിയുടെ കേസിൽ ഒരു ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റുമാണുള്ളത്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ് എവിടെയായിരിക്കും? ടെർഷ്യറിയിലായിരിക്കും ഉണ്ടാവുക. സോ ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ് ഉണ്ടാകുമ്പോഴെന്താണ്? അവിടുത്തെ കാർബോകാറ്റയോണിലെ പോസിറ്റീവ് ചാർജിൻ്റെ ആ എഫക്റ്റ് കുറയും. സോ അവിടെ പോസിറ്റീവ് എഫക്റ്റ് കുറഞ്ഞിട്ട് ന്യൂട്രലൈസ് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാണ്? ഇവിടുത്തെ ടെർഷ്യറി ആയിരിക്കും മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ വരിക. പിന്നെയാണ് പ്രൈമറി വരിക. പിന്നെ സെക്കൻഡറി വരും. പിന്നെയാണ് പ്രൈമറി. ദെൻ ലാസ്റ്റ് ആണ് നമ്മൾ മീഥൈൽ കാറ്റയോൺ വരുന്നത്. സോ ഈ ഓർഡർ മനസ്സിലായല്ലോ. കാർബോകാറ്റയോണിൻ്റെ കേസിൽ ടെർഷ്യറി എങ്ങനെയാണ് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ സ്ട്രക്ചർ ആയിട്ട് വന്നതെന്ന് അവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പ്ലസ് I എഫക്റ്റ് കാരണം അവിടുത്തെ പോസിറ്റീവ് ചാർജ് ഡെസിപ്പേറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് അവിടെ സ്റ്റേബിൾ ആയിട്ട് കാർബോകാറ്റയോൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ഇത് നമ്മൾ നമ്മളുടെ ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. സോ ഇനി ഇതിനെ നമുക്ക് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് വഴി എങ്ങനെയാണ് നമ്മുടെ ആൽക്കൈൽ കാർബോകാറ്റയോൺസ് സ്റ്റേബിൾ ആവുന്നത് നോക്കാം. സോ നമ്മളുടെ കാർബോകാറ്റയോണിൽ ഹൈപ്പർ കോൺജുഗേഷൻ വരണമെങ്കിൽ എന്താണ്? അവിടെ ഒരു ആൽഫ ഹൈഡ്രജൻ്റെ പ്രസൻസ് വേണം. സോ നമുക്ക് ആദ്യം ടെർഷ്യറി കാർബോകാറ്റയോൺസ് കൺസിഡർ ചെയ്ത് നോക്കാം. സോ ആദ്യം C+ നമ്മുടെ കാർബോകാറ്റയോൺ സെൻറ്റർ. അവിടെ ടെർഷ്യറി ആണെങ്കിൽ 3 CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബോകാറ്റയോൺസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. സോ അവിടെ ഈ CH3നെ മാത്രം ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ. സോ ഇതെന്താണ്? ഇത് ടെർഷ്യറി കാർബോകാറ്റയോൺ ആണ്. സോ ഇവിടെ നോക്കൂ, ഇവിടുത്തെ ആൽഫ കാർബൺ ആണിത്. ഇതും ആൽഫ കാർബൺ ആണ്, ഇതും ആൽഫ കാർബൺ ആണ്. അതായത് നമ്മളുടെ കാർബോകാറ്റയോണായിട്ട് ഡയറക്റ്റ്ലി ബോണ്ട് ചെയ്തിട്ടുള്ള കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയാം. സോ അവിടെയുള്ള ഹൈഡ്രജൻസിന്, അതായത് ആൽഫ കാർബണിലുള്ള ഹൈഡ്രജൻസിനാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയാം. സോ ഇവിടുത്തെ കേസിൽ എത്ര ആൽഫ ഹൈഡ്രജൻസ് പോസിബിൾ ആണ്? 9 ആൽഫ ഹൈഡ്രജൻസ് പോസിബിൾ അല്ലേ? അതായത് ഒരു CH3 ഗ്രൂപ്പിൽ തന്നെ നമുക്കിവിടെ 3 ഹൈഡ്രജൻസ് ഉണ്ട്. സോ ഇവിടെയും 3 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും 3 ഹൈഡ്രജൻസ് ഉണ്ട്. സോ ടോട്ടൽ 9 ആൽഫ ഹൈഡ്രജൻസ് പോസിബിൾ ആണ്. ഇനി ഈ സ്ട്രക്ചറിൽ നിന്ന് ഹൈപ്പർ കോൺജുഗേഷൻ എങ്ങനെയാണ് വരുന്നത്? ഹൈപ്പർ കോൺജുഗേഷൻ ഈ സ്ട്രക്ചറിൽ വരാൻ ചാൻസ് ഉള്ളത് ഇവിടുത്തെ സിഗ്മ ബോണ്ടിൽ നിന്നും ഇവിടുത്തെ p ഓർബിറ്റലുമായിട്ടാണ് ഹൈപ്പർ കോൺജുഗേഷൻ വരാൻ ചാൻസ് ഉള്ളത്. സോ ഇവിടുത്തെ ഹൈപ്പർ കോൺജുഗേഷൻ ഇവിടെയാണ്. അതായത് ഈ ബോണ്ടിലേക്ക് നമ്മുടെ സിഗ്മ ബോണ്ട് ഡിലോക്കലൈസേഷൻ നടത്തും, സിഗ്മ ബോണ്ട് ഇലക്ട്രോൺസ്. സോ അതെങ്ങനെയാണ് വരിക? ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് നടത്താം. ഓക്കെ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? C ഡബിൾ ബോണ്ട് C CH3
എച്ച് എച്ച് ആൻഡ് ഇവിടെ എച്ച് പ്ലസ്. നോ ബോണ്ട് റെസണൻസ് അല്ലേ, സോ ഇവിടുത്തെ എച്ച് പ്ലസ് ആയിട്ട് തന്നെ അത് നിലനിൽക്കുന്നുണ്ടാവും. സോ ഇങ്ങനെ ഒരു ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ പോസിബിൾ ആണ്. അതേ സ്ട്രക്ചറിൽ തന്നെ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസേഷൻ നടത്തിയില്ലേ, അതിന് പകരമായിട്ട് ആൽഫ ഹൈഡ്രജൻ, ഈ ആൽഫ ഹൈഡ്രജൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ നടത്താം, അതുപോലെ ഇങ്ങോട്ടേക്കും നടത്താം. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് വരയ്ക്കാമല്ലോ. സോ ഇങ്ങനെയാണ് അത് വരിക. സി ഡബിൾ ബോണ്ട് സി, CH3 H പ്ലസ് ആൻഡ് എച്ച് ഇങ്ങനെ വരും. അടുത്ത ഹൈഡ്രജൻ നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ നടത്തുകയാണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ എച്ച്, സി ഡബിൾ ബോണ്ട് സി, CH3 H ആൻഡ് എച്ച് പ്ലസ് ഇങ്ങനെയല്ലേ വരിക. സോ നമുക്ക് ഒരു CH3 ഗ്രൂപ്പ് വരുമ്പോൾ തന്നെ നമുക്ക് 3 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ വരുന്നുണ്ട്. സോ അവിടെ 9 ആൽഫ ഹൈഡ്രജൻ വരുമ്പോഴോ അവിടെ 9 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. സോ നമ്മളുടെ കേസിൽ കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റിയും ഇവിടുത്തെ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചറും നമ്മൾ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. സോ എത്രയാണോ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് വരുന്നത് അത്രയും സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും നമ്മുടെ കാർബോകാറ്റോണിൻ്റെ കേസിൽ. സോ ഇവിടെ ടെർഷ്യയുടെ കേസിൽ എന്താണ്, 3 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടായിരിക്കും. അതുപോലെ സെക്കൻഡറിയുടെ കേസിൽ എന്താണ്, സെക്കൻഡറി കാർബോകാറ്റോൺ വരുമ്പോൾ അവിടെ എന്താണ്, അവിടെ 6 ആൽഫ ഹൈഡ്രജൻസ് ആണ് പോസിബിൾ ആവുക. അതുപോലെ തന്നെ നമ്മളെ പ്രൈമറിയുടെ കേസിൽ അവിടെ 3 ആൽഫ ഹൈഡ്രജൻസും ആണ് പോസിബിൾ ആവുക. ഓക്കെ, സോ നമുക്ക് ആ പ്രൈമറിയും സെക്കൻഡറിയും കൂടി ഒന്ന് വരച്ച് നോക്കാം. സോ സെക്കൻഡറി കാർബോകാറ്റോൺസിനെ നമുക്ക് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്, CH3 H ഇങ്ങനെയാണ് നമ്മളുടെ സെക്കൻഡറി കാർബോകാറ്റോൺ വരുന്നത്. ഓക്കെ, സോ ഈ സെക്കൻഡറി കാർബോകാറ്റോൺ ഒന്ന് നോക്കുവാണെങ്കിൽ എന്താണ്, ഇവിടെ ആൽഫ കാർബൺ ഉണ്ട്, ഇവിടെയും ആൽഫ കാർബൺ ഉണ്ട്. സോ ഇവിടെ എന്താണ് 3 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും 3 ഹൈഡ്രജൻസ് ഉണ്ട്. സോ എന്താണ് ടോട്ടൽ എത്ര വരും അവിടെ 6 ആൽഫ ഹൈഡ്രജൻസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ പ്രൈമറി നോക്കുവാണെങ്കിൽ എന്താണ് CH3 ഇവിടെ എന്താണ് H അല്ലേ. സോ ഇത് നമ്മളുടെ പ്രൈമറി കാർബോകാറ്റോൺ ആണ്. സോ ഇവിടെ എന്താണ്, ഇവിടെ ആൽഫ കാർബൺ ഇതല്ലേ ഉള്ളൂ. സോ അവിടെ എന്താണ് 3 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. സോ അവിടുത്തെ ഹൈപ്പർ കോൺജുഗേഷൻ എന്താണ്, 3 ഹൈപ്പർ കോൺജുഗേഷൻ വരുള്ളൂ. അതായത് 3 ആൽഫ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 3 ഹൈപ്പർ കോൺജുഗേഷനേ വരുന്നുള്ളൂ. സോ എത്ര ഹൈപ്പർ കോൺജുഗേഷൻ കൂടുന്നുണ്ടോ അത്രയും സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ സ്റ്റെബിലിറ്റി ഓർഡർ എങ്ങനെയാണ്, ടെർഷ്യറി ആണ് മോസ്റ്റ് സ്റ്റേബിൾ, പിന്നെയാണ് സെക്കൻഡറി വരിക, പിന്നെയാണ് പ്രൈമറി വരിക. സോ നമ്മളുടെ സ്റ്റെബിലിറ്റി ഓർഡർ നമ്മളുടെ ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ കേസിലും അതുപോലെ തന്നെ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചറിൻ്റെ ബേസിലും നമ്മൾ കമ്പയർ ചെയ്തത് സെയിം ഓർഡർ ആണ് വരുന്നത്. സോ ആൽക്കൈൽ കാർബോകാറ്റോണിൻ്റെ കേസിൽ എങ്ങനെയാണ് സ്റ്റെബിലിറ്റി വരുന്നത്, ടെർഷ്യറി ആണ് മോസ്റ്റ് സ്റ്റേബിൾ വരുന്നത്, പിന്നെയാണ് സെക്കൻഡറി, പിന്നെയാണ് പ്രൈമറി. സോ ഈ ഓർഡർ തന്നെയാണ് നമ്മൾക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും ഹൈപ്പർ കോൺജുഗേറ്റീവ് എഫക്റ്റിൻ്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും കിട്ടിയിട്ടുള്ളത്. സോ ഇനി നമുക്ക് ബെൻസൈൽ കാറ്റോണിൻ്റെ കേസിൽ നോക്കാം. അതായത് നമ്മുടെ ബെൻസീൻ റിങ്ങിൽ കാർബോകാറ്റോൺ ആയിട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ ആ കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ ബെൻസീൻ റിങ്ങിൽ CH2 പൊസിഷനിലാണ് കാർബോകാറ്റോൺസ് ജനറേറ്റ് ആവുന്നത്. സോ നമുക്ക് സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ CH2 പ്ലസ്, ഇവിടെയാണ് കാർബോകാറ്റോൺസ്. ബാക്കിയുള്ള റെസണൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് വരച്ചു നോക്കാം. സോ ഇവിടുത്തെ ഈ കോമ്പൗണ്ടിൻ്റെ റെസണൻസ് സ്ട്രക്ചേഴ്സ് നോക്കാം. ആ റെസണൻസ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് സ്റ്റെബിലിറ്റി ഇൻഫ്ലുവൻസ് ആവുന്നത് നോക്കാം. സോ ഇവിടെ നോക്കൂ, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് നടത്തും ഈ ബോണ്ടിലേക്ക്. അത് പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രോൺ ക്ലൗഡ് ഷിഫ്റ്റ് നടത്തും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസണൻസ് സ്ട്രക്ചേഴ്സ് നോക്കാം. സോ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് നടത്തിയാൽ ഇവിടെ എന്തായിരിക്കും ചേഞ്ച് വരിക, ഇവിടെ CH2 ഡബിൾ ബോണ്ട് എന്ന് വരും. ഓക്കെ, സോ ഇവിടുന്ന് ഷിഫ്റ്റ് നടത്തി. സോ ഇവിടെ എന്താണ്, ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് വരിക. പിന്നെ എന്താണ്, ബാക്കിയുള്ള ബോണ്ടുകൾക്കൊന്നും വ്യത്യാസമില്ല. ഇനി ആ പോസിറ്റീവ് ചാർജിലേക്ക് നമ്മളുടെ ഇലക്ട്രോൺ ക്ലൗഡിന് ഷിഫ്റ്റ് നടത്താം. സോ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് നടത്തി. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസണൻസ് സ്ട്രക്ചർ എങ്ങനെ വരും, ഇങ്ങനെ വന്നില്ലേ. ഈ ഡബിൾ ബോണ്ട് CH2ന് വ്യത്യാസമില്ല. ഇവിടെ ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്തു, ഇവിടെ എന്തായി പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്തു, ഡബിൾ ബോണ്ടിന് വ്യത്യാസമില്ല.
ഇനി എന്താണ് ഇവിടെ ഈ ബോണ്ടിന് ഈ പോസിറ്റീവ് ചാർജിലേക്ക് ഡീലോക്കലൈസ് ചെയ്യാം. സോ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, സ്ട്രക്ചറിൽ എന്ത് വ്യത്യാസം വരും, ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ പോസിറ്റീവ് ചാർജ് ആയി. ആ പോസിറ്റീവ് ചാർജിലേക്ക് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, സോ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വന്നു, ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ടായി, ഇവിടേക്ക് ഡബിൾ ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ഓൾറെഡി ഉള്ള ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തു, CH2 പ്ലസ് ആയിട്ട് മാറി. ഓക്കെ, സോ ഇവിടെയുള്ള ഈ പോസിറ്റീവ് ചാർജിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നെഗറ്റീവ് ചാർജ് റിങ്ങിൽ നിന്ന് ഡീലോക്കലൈസ് ചെയ്തില്ലേ. സോ എന്താണ്, ആ പോസിറ്റീവ് ചാർജിനെ സ്ട്രെങ്തൻ ചെയ്തില്ലേ. സോ ഇവിടുത്തെ കേസിൽ നോക്കൂ, ഇവിടെ ആ പോസിറ്റീവ് ചാർജ് ഇല്ല, ഇവിടെ പോസിറ്റീവ് ചാർജ് ഇല്ല, ഇവിടെ പോസിറ്റീവ് ചാർജ് ഇല്ല. സോ എന്താണ്, ആ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്തു, ഡെസിപ്പേറ്റ് ചെയ്തു കളഞ്ഞു. സോ അങ്ങനെ ആവുമ്പോൾ ഈ ബെൻസീൻ റിങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം എന്താണ്, കാർബോകാറ്റയോൺ സ്റ്റേബിളായി. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ബെൻസീൻ റിങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം നമ്മുടെ കാർബോകാറ്റയോൺ സ്റ്റേബിൾ ആണെങ്കിൽ എത്ര ബെൻസീൻ റിങ് ഉണ്ടോ അത്രയ്ക്കും കാർബോകാറ്റയോൺ സ്റ്റേബിൾ ആയിരിക്കും. സോ ഇവിടുത്തെ കേസിൽ നമ്മളിപ്പോൾ എന്താണ്, ഈ സ്ട്രക്ചർ എന്താണ് വന്നിട്ടുള്ളത്, ഫിനൈൽ റിംഗ് ആണല്ലേ, അതിനെ നമ്മൾ PH എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ PHCH2 ആണ് നമ്മൾ ഇപ്പോൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇനി 2 ഫിനൈൽ റിംഗ് വരികയാണെങ്കിൽ എന്താ, PHCH എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, PH3CH C എന്ന് മാത്രമായിട്ട് നമുക്ക് കാർബോകാറ്റയോൺസിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇവിടെയൊക്കെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, കാർബോകാറ്റയോൺസ് ആണ്. സോ ഈ കാർബോകാറ്റയോൺസ് കമ്പയർ ചെയ്യുമ്പോൾ ഏതിനായിരിക്കും ഓർഡർ, സ്റ്റെബിലിറ്റി ഓർഡർ കൂടുതലുണ്ടാവുക, അതായത് 3 കാർബോകാറ്റയോൺസ്, 3 ഫിനൈൽ റിങ് വരുന്നിട്ടുള്ള കാർബോകാറ്റയോൺസിനായിരിക്കും സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കുക. പിന്നെ 2 ഫിനൈൽ റിങ്ങിന് വരുമ്പോൾ, അതുപോലെ തന്നെ 1 ഫിനൈൽ റിങ് വരുമ്പോഴാണ് ലീസ്റ്റ് സ്റ്റേബിളായിട്ട് വരിക. സോ ഈ ഓർഡർ മനസ്സിലായല്ലോ. അതായത് നമ്മളുടെ ഫിനൈൽ റിങ് വരുന്നതിനനുസരിച്ച് അവിടുത്തെ റെസണൻസ് സ്ട്രക്ചേഴ്സ് കൂടും. റെസണൻസ് സ്ട്രക്ചർ കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്, ആ സ്ട്രക്ചർ സ്റ്റേബിൾ ആവുക എന്നാണ് പറയുന്നത്. സോ ഒരു ഫിനൈൽ റിങ് വരുമ്പോൾ തന്നെ നമുക്കിവിടെ 5 റെസണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിനി 2 റിങ് വരുമ്പോൾ അതിനനുസരിച്ച് കൂടും, 3 റിങ് വരുന്നതനുസരിച്ച് അതിനനുസരിച്ച് കൂടും. സോ എത്രയാണോ റെസണൻസ് സ്ട്രക്ചേഴ്സ് കൂടുന്നത് അത്രയും ആ കാർബോകാറ്റയോൺ സ്റ്റേബിൾ ആവും. സോ ഈ കേസിൽ 3 ഫിനൈൽ റിങ് വന്നിട്ടുള്ള കാർബോകാറ്റയോൺസ് ആണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് വരുന്നത്. സോ ക്ലിയർ ആണല്ലോ. സോ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ എന്നുള്ള ടോപ്പിക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. സീ യു ഗൈസ്, ബൈ.